പിന്നെ വെറുതെയാന്നേ ഒന്ന് മാറിയില്ലടാ ഇയാളിത്. ഹലോ മദ്യശക്തി, ഇത് എങ്ങോട്ടാ? വിദ്യുശക്തിയുടെ ബില്ലടയ്ക്കാൻ പോവാ. എന്താ $2000 ബില്ല് എനിക്ക്. അതെ, 2000 രൂപയുടെ ബില്ല് തനിക്ക്. അതിനെന്താ? എനിക്കാണോ 2000 ബില്ല്? എടോ, ഈ പ്രഭാകരൻ താനാണോ? ആ, ഞാനാ പ്രഭാകരൻ. അപ്പൊ ഈ 2000 ബില്ലും തന്നെ. അത് ശരി. അപ്പൊ ഈ 2000 ബില്ല് എനിക്ക്. കൊള്ളാം. ഈ പ്രഭാകരൻ താനാണെങ്കിൽ 2000 ബില്ലും തനിക്ക് തന്നെ. സാറേ, എനിക്കാണോ 2000 ബില്ല്? എടോ, 2000 കറണ്ട് ഉപയോഗിച്ച തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ 500 ബില്ല് മേടിക്കണോ? എടോ, വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു 2000 ബില്ല് വരുമെന്ന്. എന്നാലേ വീട്ടിൽ ടിവിയും മിക്സിയും ഫാനും മെഷീനും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് 2000 അടച്ചോളാം കേട്ടോ. ഇത് കൊറേ ബില്ലെന്നടച്ച് ഞങ്ങൾക്ക് ആ, പോകാം. നിങ്ങൾ അങ്ങ് പൊക്കോ. എന്റെ വീട്ടിലെ കറണ്ട് പോലും ഇല്ല, അറിയാവോ? കറണ്ട് ഇല്ലേ? ഇല്ല. കൊള്ളാലോ. കറണ്ട് പോലും ഇല്ലാത്ത താൻ 2000 ബില്ലുണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം കറണ്ട് ഉണ്ടായിരുന്ന താൻ എത്ര രൂപയുടെ ബില്ലുണ്ടാക്കിയനെ? പോയി കൂതിക്കണോ. എന്റെ വീടിന്റെ മേളിൽ കൂടെ ലൈൻ പോയെന്ന് പറഞ്ഞ് ഞാൻ 2000 ബില്ലടക്കണമെന്നോ? കൊള്ളാവല്ലോടാ ഇത്. ആഹാ. എടോടോ, ആദ്യം വന്ന് ഞാനാ. എന്നെ ഇവിടെ ആദ്യം വന്ന് ഞാനാണ്. എല്ലാരും കേക്കണേ. ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം ഇവിടെ തൂത്ത് വൃത്തിയാക്കിയാണ് അല്ലേ? എടോടോ, തന്നെയൊക്കെ മുമ്പ് ആദ്യം വന്ന് ഞാനാണെന്ന് പറയുന്നു. പിടിച്ച എന്നാ പറഞ്ഞ? എന്നേക്കാ മുമ്പ് വന്ന ആള് താനാണെന്നോ? എന്നാലേ തന്നേക്കാ മുമ്പേ പോകേണ്ട ആളാ ഞാൻ. അതുകൊണ്ടാ തന്റെ ഫ്രണ്ട് കയറിയുന്ന. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്തവൻ. താങ്ക്സ്. ആളില്ലേ ഇവിടെ? അതെ, ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ. ലൈറ്റ് ഇടുമ്പോൾ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. അതെന്നാന്നറിയോ സംഭവം? ഈ കലക്കവെള്ളത്തിൽ നിന്നല്ല കറണ്ട് എടുക്കുന്നത്, അതുകൊണ്ടാ. അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടറിൽ നിന്ന് കറണ്ട് എടുക്കണം. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം. ഇയാൾ ആരടോ? പറഞ്ഞിട്ട് നീങ്ങണ്ട. അല്ല പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്ന് കഴുകിയാലും മതി കേട്ടോ. ആർക്കറിയാം കഴുകുമെന്ന്. കയറി പെട്ടെന്നാട്ടെ സാറേ, അങ്ങോട്ട് കൊടുക്ക് പെട്ടെന്ന്. താൻ ബില്ലടയ്ക്കാൻ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞാൻ ഈ ക്യൂ നിൽക്കുന്നുണ്ടപ്പോ നീ എന്നെ വെച്ചാൽ സാധനം മേടിക്കാൻ വന്നാണ്? അല്ല, തന്നെ ആ ക്യൂവിലൊക്കെ കാണാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാ. എടാ, ആ ക്യൂ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ക്യൂ വന്ന് നിന്ന. താൻ വലിയ ഷോ ഒന്നും കാണിക്കണ്ട, മര്യാദക്ക് നിന്നിട്ട് അടച്ചിട്ട് പോ. വലിയ ഷോ ഒന്നും കാണിക്കണ്ടെന്ന്. ഷോ കാണിച്ചാൽ നീ എന്ത് ചെയ്യും? വിരല് ചൂണ്ടി സംസാരിക്കരുത്. സംസാരിച്ച നീ എന്ത് ചെയ്യുമാടാ? സുരേഷ് ഗോപിയാ? സുരേഷ് ഗോപിയാ? നല്ല അടി പഠിക്കും. പിന്നെ നീ വലിച്ചിട്ടുള്ള 11 kV ലൈനത്തോട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല. പിന്നെ ആ ലൈൻ വലിക്കുന്നത് നീ. പിന്നെ നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ. എവിടെയാണെന്നാ? ഹലോ, ഇങ്ങോട്ട് നോക്കിയാടാ. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാനാ ഇവൻ. ഏത് പോസ്റ്റിൽ? ഏത് പോസ്റ്റിലാണ്? ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അവിടുത്തെ. എടോ, അവിടുത്തെ ലൈൻ എപ്പോഴും പൊട്ടുന്നോണ്ടല്ലേ? അത് ശരി. ഓരോ ലൈൻ പൊട്ടുന്നിടത്ത് നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളുവാണോ? കൂടുതൽ ലൈമാൻ കളിക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ ഏരിയ കിടന്ന് ലൈൻ അടിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ നാട്ടുകാർ നിന്റെ ഫീസ് ഊരാതെ നീ സൂക്ഷിച്ചു. വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം കേട്ടോ. എല്ലാരും പറയും വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം. അല്ല, എനിക്ക് അറിയാൻ മേലോട്ട് ചോദിക്കാം. ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കുന്ന സ്ഥലമാണോ വയറ്? എടോ, അതല്ല. പിന്നെ താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റിൽ കിടക്കണമെന്ന്. പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റ് വന്ന് നടക്കുമോ? ഇത് പോരാതെ ഓരോന്നൊക്കെ രാവിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ വന്നിരിക്കുക വെള്ളം അടിച്ചുകൊണ്ട്. വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം. വെള്ളം അടിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ വരാൻ മേല. സർക്കാരിൻ്റെ ഓരോരോ നിയമങ്ങൾ. താനെന്റെ ബാക്കിൽ നിന്നാണല്ലോ. പിന്നെ താനെങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നാ? താൻ ബില്ലടയ്ക്കുന്നില്ലേ? സോറി കേട്ടോ സാറേ. എൻ്റെ എത്ര സാറേ? ബില്ല് തരാതെ എങ്ങനെയാണോ അറിയുന്നത്? ബില്ല് തരാൻ തരാം. എടോ, താൻ ബില്ല് തന്നില്ലല്ലോ. വേണം. പിന്നെ വേണ്ടേ? അത് പറഞ്ഞാ പോരെ. അമ്പാടാ. എടോ, താൻ എന്തുവാണ് കാണിക്കുന്നത്?
തരാം ധൃതി വെക്കില്ലേ. ഓ പിന്നെ ഡോ മറ്റുള്ളവർക്കും ബില്ലടയ്ക്കാനുള്ളതാ. ആ മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും. ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ. പോടാ പോലെ ശോ, ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ. എന്താ സാറേ? എടോ ഇയാള് കുറച്ച് നേരമായിട്ട് ബില്ല് കയ്യിലോട്ട് തരും വലിക്കും. കുറച്ച് നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. ചേട്ടാ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്നാ എടോ താൻ എന്തിനാണോ ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ബുദ്ധിമുട്ടായല്ലേ? ദേ സാറിന് ബുദ്ധിമുട്ടായെന്ന്, എന്നെ കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന്. ഇതുപോലാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. അറിയാവോ എന്ത് ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ടാണോ? ഇതുപോലാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കറണ്ട് വരുന്നത്. വരും പോകും. അപ്പൊ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളൂ കേട്ടാ. എന്റെ കഥയിലെ നായിക അതീവ സുന്ദരിയാണ്. അവളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദായ വിൽപ്പന ചേച്ചിയെ ആദായ വിൽപ്പന 50 രൂപയുടെ സാധനങ്ങൾ വെറും 9 രൂപയ്ക്ക്. 50 രൂപയുടെ സാധനങ്ങൾ നല്ല ഒന്നാം തരം സാധനങ്ങൾ. 50 രൂപയുടെ സാധനങ്ങൾ വെറും 9 രൂപയ്ക്ക്. ഏതെടുത്താലും 9 രൂപ മാത്രം. 9 രൂപ മാത്രം. ചേച്ചിയെ ആദായ വിൽപ്പന നമ്പർ 1 ഉൽപ്പന്നങ്ങൾ. അയ്യോ നടന്ന് ഊപ്പാട് എത്തി സാറേ. വൻപിച്ച ആദായ വിൽപ്പന. ഓപ്പൺ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും 50 രൂപ വിലയുള്ള സാധനത്തിന് വെറും 9 രൂപ മാത്രം. നമ്പർ 1 സാധനങ്ങളാണ്. അറച്ചിക്കാതെ മടിച്ചിക്കാതെ സെലക്ട് ചെയ്ത് സാർ. ഏയ് ഇതൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അങ്ങനെ പറയരുത് സാറേ. 100% ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. ഒന്നാം തരം ചൈനയുടെ ഉൽപ്പന്നങ്ങൾ. ആ ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ്. എന്നാ ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോളൂ. സാറാണ് ആരാ ഇതൊക്കെ പറഞ്ഞത്? ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇവിടുത്തെ മനുഷ്യരെ ചന്ദ്രനെ നോക്കിയപ്പോഴേ ഒരൊറ്റ സാധനം മാത്രമേ കണ്ടുള്ളൂ. ചന്ദ്രന്റെ വീട്ടിൽ പോയി നോക്കിയാലേ ഒറ്റ സാധനം മാത്രമല്ല, ബീരാന്റെ ചായക്കടയും ശൗന്തലയുടെ ഡ്രൈവിംഗ് സ്കൂളും ഒക്കെ കാണാൻ പറ്റും. ആ ചന്ദ്രൻ അല്ല ഈ ചന്ദ്രൻ, സാക്ഷാൽ ചന്ദ്രഗോളം. ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് നോക്കിയാലേ ചൈനയുടെ വൻമതിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ആ ചൈനക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുവോ സാറേ? ഇതൊക്കെ വെറും പരദൂഷണം, കിംവദന്തി. എന്നാ പിന്നെ നോക്കിക്കളയാം. രമണി, നിനക്കെന്തെങ്കിലും വേണോ? ഓ പറഞ്ഞതുപോലെ അവളെ ഏതാണ്ട കലക്കാൻ പോയേക്കാണ്. ഉഗ്രം മാലയാണല്ലോ സാറേ കഴുത്തേ കിടക്കണത്. കുറഞ്ഞൊരു 1.5 പവൻ കാണും അല്ലേ സാറേ? 1.5 പവനോ? ബാക്കി എവിടെ പോയി? ഇത് തികച്ചുവേ 2.5 പവനുണ്ട്. 2.5 പവൻ വെച്ച 25,000-ന്റെ ഉരുപ്പടി. ഈ സാധനം എല്ലാം കൂടെ വിറ്റ കൂടി അവർ 500 രൂപ കിട്ടും. ഇയാളെന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. സാർ സെലക്ട് ചെയ്യണം സാർ. പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത് മരമണ്ടൻ 30 രൂപ വിലയുള്ള മുക്കുവട്ടം പൊട്ടിച്ചുകൊണ്ട് ഓടുന്നതല്ലേ. എന്തായാലും ഇതൊരു 10,000 രൂപയുടെ സാധനം ഉണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഈ രമണന്റെ അടുത്ത് അവന്റെ കളി. രമണൻ ഇപ്പൊ കഥാപ്രസംഗമൊക്കെ നിർത്തി പുതിയ തൊഴിൽ തുടങ്ങിയോളാ. വല്ല അമ്പലത്തിലും ആനയടഞ്ഞു കാണും. കിട്ടിയ സാധനങ്ങളോട്ട് രമണൻ അപ്പോഴേ മുങ്ങിക്കാണും. അല്ല അത് 5 രൂപ സാധനങ്ങൾ രമണൻ എവിടെ നിന്ന് കിട്ടാനാ? അല്ലെങ്കിലും കഥാപുസ്തകത്തിലും രമണന് പറ്റിയ പണി ഇതൊക്കെ തന്നെയാ. അയ്യോ അതൊന്നും അല്ല. ഓസിന് കുറച്ച് സാധനങ്ങൾ കിട്ടിയപ്പോ ഞാൻ ചെറിയൊരു സൈഡ് ബിസിനസ് തുടങ്ങാൻ കരുതി. എല്ലാം നല്ല നമ്പർ 1 ഉരുപ്പിടികളാ. വേണമെങ്കിൽ എനിക്കിത് നിങ്ങൾക്ക് 50 രൂപ തരാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വെറും 25 രൂപ തരും. ഏതെടുത്താലും 25 രൂപ മാത്രം. ഓണത്തിന്റെ ഇടയില രമണന്റെ ഒരു ആക്രി കച്ചവടം. ഇതെല്ലാം വലിച്ചെറി. നമ്മുടെ വൈദ്യർക്ക് ഉലനാഞ്ചാട്ട് ലോട്ടറി അടിച്ച് രൂപ 1ഉം 2ഉം അല്ല 2 കോടിയാ. 2 കോടി മനസ്സിലായോ? ദൈവമേ, എനിക്കിത് വിശ്വസിക്കാനേ കഴിയില്ല. വിശ്വാസം വരുത്തി തരാം. ഞങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ഞങ്ങള് ബീരാനല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ സമയങ്ങളെ നമുക്ക് ബീരാനെ കാണാം.